your moderation be known unto all men. The Lord is kind. Let us pray. Merciful God, our heavenly Father, who art the source of every good and every perfect gift, we beseech thee to come into our midst at this hour and prepare an എന്നെ by thy Holy Spirit. കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? Especially bless those who stand here in thy presence, prepared to enter into the estate of holy matrimony, of mutual faithfulness and love. As Ananya and Henry take their vows today, we are privileged to witness the joyous love of a new family, a family that will be nourished and nurtured through the devotion of two separate, through the common bonds of love. താര You solemnly declare that you no impediment why you should not be joined in a marriage with Ananya? Yes, I declare. Do you solemnly declare Nice to meet you. നൈസ് ടു മീറ്റ് യു. not be joined in marriage with him? I declare. Who will give this woman to this man? Please take the right hand of the bride and place it on the right hand of the bridegroom. നമ്പർ I bear witness to this covenant, confirmed and sealed in the name of our Lord. You take Ananya here, this evening, for your wedded wife, to have and to follow from this day forward in sickness, 3. to love and cherish till death do part. I will. If that is your will and solemn purpose, affirm this before God and this congregation. Ananya, you intently hear me say, as your wedded husband, to have Oi. and hold from this day forward in sickness. ഓയ് മലയാളിയാണെന്ന് മനസ്സിലായോ? അന്നെന്നെ സ്റ്റേഷനിൽ നല്ല മലയാളത്തിലല്ലേ ചീത്ത വിളിച്ചത്? എന്താന്ന് വിളിച്ചത്? ബുദ്ധിയില്ലാത്ത? അത് കൺമണി. കൺമണിയോ? ഷാന്ന് കേട്ടല്ലോ. ബുദ്ധിയില്ലാത്ത കൺമണിയുടെ ഇടയിൽ ഷാക്ഷരമുണ്ടോ? ടെൻഷനിൽ ഷാ ഇക്ഷ ഇപ്പ ഇമ്മ എല്ലാം വന്നിരിക്കും. അനന്യ ഫ്രണ്ടാ? കോളേജ് മേറ്റ്. ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഹാപ്പി ആയിരിക്കുന്നു. കുറച്ച് ദിവസം നല്ല ജോളിയായിരിക്കും, ചിരിയും കളിയൊക്കെ ആയിട്ട്. കല്യാണം, ഹണിമൂൺ, കൊഞ്ചലും കുറുകലും, പ്രേമം, കാമം, ഉറപ്പായിട്ടും കാമാണ്. പിന്നല്ലേ രസം. പിന്നെന്താ ഉണ്ടാവുക? ചെറിയ ചെറിയ ഉടക്കുകൾ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഭാര്യയെക്കുറിച്ച് ജോക്ക് പറയും. വീട്ടിലെത്തിയാലോ ഭാര്യ അവനെ ഇടിച്ച് നിരപ്പാക്കും. അതിനിടയിൽ കുഞ്ഞുങ്ങൾ വേറെ. അതുങ്ങൾ കീറി വിളിക്കും. ക്വാക്ക് ക്വാക്ക് വെക്കും. മേലാകെ ഇച്ചിച്ചി. യോക്ക്. അത് കഴിഞ്ഞാലോ അതുങ്ങളുടെ സ്കൂൾ അഡ്മിഷൻ വേണ്ടി തേരാപാര നടക്കണം. പഠിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരോട് പഠിക്കുക പറഞ്ഞ് ടോർച്ചർ. അവര് വളർന്നു കഴിഞ്ഞാലോ അതിനെ പിടിച്ച് കെട്ടിച്ചു വിട്ട് ഇവരനുഭവിച്ച കഷ്ടപ്പാടൊക്കെ അവർക്കും അത് നേടിക്കൊടുക്കും. കറക്റ്റ് അല്ലേ? 100%. ഓയ്, എത്ര കൃത്യമായിട്ട് പറയുന്നല്ലോ. കല്യാണം കഴിഞ്ഞതാ? സത്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. കല്യാണം ഈസ് ഫോർ ഫൂൾസ്. അങ്ങനെ പറ. ഓൺലി ഗേൾ ഫ്രണ്ട്സാ? ഒരു 15 പേരുണ്ട്. വെരി ഗുഡ്. ഞാൻ പാരീസിലേക്ക് പോവാണ്. PG എടുക്കാൻ പോവാ. Hello, auntie. എനിക്ക് നല്ലൊരു പണക്കാരനാവണം. സ്റ്റീവ് ജോബിനെ പോലെ അല്ലെങ്കിൽ മാർക്ക് സക്കർബർഗിനെ പോലെ. Wow, all the best. Come on, You too. kids. Smile, please. Smile, अरे, सब लोग please. हंसो यार. ലേറ്റ് നൈറ്റ് പാർട്ടി, വെളുപ്പാങ്കാലത്തുള്ള വരവ്,
ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? സോറി അങ്കിൾ, അനന്യയുടെ കല്യാണമായിരുന്നു, അവളുടെ കാര്യത്തിൽ തീരുമാനമായി. എനിക്ക് BST വരെ പോകണം. 2 മാസമായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് പ്രോപ്പർ അല്ല. എന്തെങ്കിലും കൊടുത്താൽ അവർ ശരിയാക്കി തരും. ഞാൻ കൈക്കൂലി കൊടുക്കാറില്ല, നേരെ എന്ന് കാണത്തേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. നിന്റെ വെരി ഗുഡിന് വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. വൈകിട്ട് ബോംബെ സിസ്റ്റേഴ്സിന്റെ കച്ചേരിയുണ്ട്. ഭവാനിയെ നീ കൊണ്ടുപോകണം. ഞാനോ? നീ തന്നെ കൊണ്ടുപോകണം. മധുരം കൂടുതലിട്ടോ? ഇല്ലടോ, പാകത്തിനായിട്ടത്. ഞാനങ്ങനെ ഒരേ സമയത്ത് 2 പോകുന്നത്. നീ തന്നെ കൊണ്ടുപോകുന്നു. രവീന്ദ്ര നാട്യ മന്ദിർ. ഓഫീസിൽ ഒത്തിരി ജോലിയുണ്ട്. 6 മണിക്ക് ഓഫീസ് കഴിയും. നീ എന്തിനാ എന്റെ പുറകെ വരുന്നത്? ഒരു കൂട്ടിന് വേണ്ടി. ഞങ്ങൾ ബോംബെയിൽ വന്നിട്ട് 23 വർഷം കഴിഞ്ഞു. ഞാൻ തനിയെ പോയിക്കോളാം. ഇപ്പൊ ഇത് ബോംബെ അല്ല, മുംബൈയാ. അതുകൊണ്ടാ കൂടെ വരുന്നത്. വരണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നോട്? ശരി, വരുന്നില്ല. എപ്പോഴാ മുംബൈയിൽ പേര് മാറ്റിയത്? നമസ്തേ. 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 ഭവാനി ആന്റി വലിയൊരു സ്റ്റാർ ആയിരുന്നല്ലേ? അതെ. എഴുന്നേറ്റ് പോ. ഞാനോ? കച്ചേരി നടക്കുമ്പോ നീ കൂർക്കം വലിക്കുകയായിരുന്നു. ജ്ഞാനശൂന്യം. ഉറക്കം വന്ന ആന്റി, ഡേ ആൻഡ് നൈറ്റ് ജോലിയല്ലേ? അതെന്തുറക്ക? എണീറ്റ് പോടാ കുംഭാർണൻ, എണീറ്റ് പോ. ഹലോ ഭവാനി, ദിസ് ഇസ് ടു മച്ച് ആണ് കേട്ടോ. ഇവിടുന്ന് പോകുന്നുണ്ടോ നീ? ബസ്സിൽ നിന്ന് ഇറങ്ങിക്കേ. വെളി പോ, വെളി പോ. പോവാൻ ഇപ്പോ. അതെ, ഞാൻ ഗണപതി അങ്കിൾ അല്ല, ഒച്ച വയ്ക്കല്ലേ. നീ ഇപ്പൊ പോ. പോ.